ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഡ്സും അതുപോലെ ത്രെഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ട പോലെ തന്നെ ഒരു വീനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ യോക്ക് പാർട്ടോട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ബോർഡറിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ യോക്ക് പോർഷനിലും ചെറിയ ചെറിയ കുഞ്ഞ് ഡിസൈൻസ് വരുന്നുണ്ട്. മെയിൻ ഡിസൈൻസ് ഈ യോക്കിൻ്റെ ബോർഡറിലാണ് വരുന്നത് കേട്ടോ. അത് നിങ്ങൾ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബീഡ്സും അതുപോലെ ത്രെഡും ഈ ഒരു വർക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡറിൽ താഴെ വരുന്ന ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡിസൈനാണ് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം രണ്ട് സൈഡുകളിലേക്കായിട്ടും ഇതുപോലെ വേവ് പോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഒരു വേവ് വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഒരു 2 വേവൊക്കെ വരുന്ന രീതിയിൽ അത് വരച്ചു കൊടുക്കുക കേട്ടോ. കാരണം അത്ര സ്പേസ് ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ മുകളിലേക്കും 2 സൈഡുകളിലായിട്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ യോക്കിൻ്റെ 2 സൈഡുകളിലും അതുപോലെ താഴെ ഭാഗത്ത് യോക്കിൻ്റെ ബോട്ടം ഭാഗത്തുമാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ആ വേവ് വരച്ചതിനകത്ത് ചെറിയ ലീഫുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ത്രെഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ചിട്ട് 4 ലീഫുകൾ ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഫ്ലവർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ത്രെഡ് വർക്ക് തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് നല്ല ഭംഗിയാണ് നമ്മുടെ ഔട്ട്ലുക്ക് കാണാനായിട്ട്. ഈസിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഔട്ടർ ലെയറിൽ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഹെവി വർക്കോ അല്ലെങ്കിൽ പാറ്റേണോ ഒന്നുമല്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു വർക്കാണ്. നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ യോക്ക് പോർഷനിലേക്ക് വരുന്ന ചെറിയൊരു ഡിസൈൻ, ഇതേപോലെ വരുന്ന ചെറിയൊരു ഡിസൈനാണ്. അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പേൾ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്ന രീതിയിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു പാറ്റേണിൽ വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തിരുന്നില്ലേ, അതിനിടയിലും നമുക്ക് ഈ ഒരു പേൾ ബീഡ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഷുഗർ ബീഡ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ ലൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് വേണം. പിന്നെ ഇതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡിലും അതുപോലെ ഗ്രീൻ ഷെയ്ഡിലും വരുന്ന ഒരു ത്രെഡ് വേണം. പിന്നെ നമ്മളൊരു ഫ്ലവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ത്രെഡ് വേണ്ടത്. പിന്നെ നമുക്ക് നോർമൽ നീഡിൽ നമ്പർ 12 വേണം ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഒരു നമ്മളിതുപോലെ വരച്ച് കൊടുത്തിരുന്നത് അതൊന്ന് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ആ ഒരു ഏറ്റവും സെൻറ്റർ പോർഷനിൽ ഓരോ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്തെടുക്കണേ. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഔട്ടർ ലെയറിലേക്ക് വരുമ്പോഴത്തേക്ക് 2-3 ബീഡ്സ് വെച്ച് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. കാരണം അത് കുറച്ചുകൂടെ വലുപ്പത്തിൽ വരുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഏറ്റവും സെൻറ്ററിൽ വരുമ്പോൾ ഒരു ബീഡ് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഒരു സ്പേസ് വരണം. എങ്കിലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അകത്തി വരച്ചതിന് ശേഷം, അതായത് നമ്മൾ ആ ഒരു ബീഡ്സ് വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ലൈറ്റ് കളറിലുള്ളൊരു ഷെയ്ഡാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെം പാറ്റേൺ ആണ് ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളെല്ലാ വീഡിയോസിലും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൽ ഓരോ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു സ്റ്റെം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും അത് കാണിക്കുന്നില്ലേ, അപ്പം പ്രത്യേകിച്ച് നിങ്ങളോടത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റെമ്മും കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെമ്മിന് ഇടയ്ക്ക് ഒരു ലീഫ് വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ത്രെഡാണ് എടുത്തേക്കണത്. ഇതിനുവേണ്ടി നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 6 ആണ് എടുത്തേക്കണത് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫിഷ് ബോൺ സ്റ്റിച്ചിൽ വരുന്ന ലീഫാണ്. നമ്മളൊത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈസി ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലീഫാണ്. അതുപോലെ ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു 2 ലീഫുകൾ വൈറ്റ് കളറിലാണ് വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ വീണ്ടും ഗ്രീൻ കളറിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു തമ്പനെയിൽ പിക്ചറിൽ കണ്ട പോലെ തന്നെ എക്സാക്റ്റ് ആ കളേഴ്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് മാറ്റി കൊടുക്കാവുന്നതാണ്. അത് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇന്നത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇത്രയേ ഉള്ളൂ. ലീഫ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു ലീഫാണ്. ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലീഫ് സിംഗിൾ ലീഫ് വരുന്നതും ഇതുപോലെ വൈറ്റ് കളറിലൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലവറിൽ സെൻറ്ററിൽ നമ്മൾ സെയിം ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. പറഞ്ഞ പോലെ ലൈറ്റ് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സെൻട്രൽ ഒരെണ്ണം വെച്ചതിന് ശേഷം റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
വീണ്ടും ബീഡ്സ് വർക്ക് തന്നെ വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു നീഡിൽ കൊണ്ട് അവിടെ ഇവിടെയായിട്ട് പേൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തതിന് ശേഷം അവസാനം ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ഒന്നിച്ച് അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ബീഡ്സിൻ്റെ ബാക്കിലേക്ക്, അതായത് ഔട്ടർ ലെയറിലേക്ക് ചെയ്യുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോങ് ഫ്രഞ്ച് നോട്ടാണെങ്കിലും ഒത്തിരി ലോങ് ആയിട്ടല്ല ചെയ്യുന്നത്, ചെറുതായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിലൊക്കെയാണ് ഫ്ലവർ വരയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ ആ ഒരു നോട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ടും സ്പേസ് ഇല്ലാത്ത രീതിയിൽ ആ ഒരു റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മെയിനായിട്ടും ഇത്രയുമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു യോക്കിൻ്റെ 2 സൈഡുകളിലും താഴെ ഭാഗത്തും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഫ്ലവറും സ്റ്റെമ്മും ഒക്കെ ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. സിമ്പിളല്ലേ, നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ട്രൈ ചെയ്യുന്നവർ ഫോട്ടോസ് അയച്ചു തരാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ യോക്ക് പോർഷനിലേക്ക് വരുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു ഡിസൈൻ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീണ്ടും കട്ട് ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ വലുതായിട്ടിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുകൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ യോക്കിലും കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കൊടുത്തിരുന്നില്ലേ, അവിടെയും കൂടി നമുക്ക് പേൾ ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടും ഈസി ആയിട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലീസിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്